അത് വൈശുവിന്റെ ഫോണാ. ഓ, ഈ ജന്തുവിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഡി ഡി വൈശു, എഴുന്നേക്കടി. മാജാതൊക്കെ ഫോൺ എടുത്ത് ഓഫാക്കി വെച്ചോ. അവിടെ ഒരു കോപ്പ്. രാവിലെ തുടങ്ങും ഇത് കാറിക്കുവാൻ. എന്നാ ഇവിടെ എണീക്കോ? അതുമില്ല. ഈ പഞ്ചായത്ത് മൊത്തം എണ്ണിട്ടുണ്ടാവും. ഡി നാളെ മുതൽ നീ എങ്ങനെ അലാറം വെച്ചെന്ന് ഞാനങ്ങനെ അറിഞ്ഞാ ഞാനത് ഓഫ് ചെയ്ത് വെക്കും. അല്ലാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ പൊന്നു വൈശു, അലാറം അടിച്ചിട്ടും നീ എണീക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ അത് വെക്കുന്നേ? ഞങ്ങളില്ലേ നിന്നെ വിളിച്ചുണർത്താൻ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അലാറം വെച്ചിട്ട് കിടക്കണമെന്ന്. ഓ, എന്തൊരനുസരണ. ആ, കുളിക്കാൻ പോകുന്നൊക്കെ കാര്യം. ബാത്റൂമിൽ കയറി അടയിരിക്കാനാണെങ്കിലേ ഞങ്ങളുടെ പാട്ടിന് പോവേ. എടി, നിനക്ക് ഇത്ര ആക്രാന്തമുണ്ടാ ഉണക്ക ചപ്പാത്തി കഴിക്കാൻ? ഉണക്ക ചപ്പാത്തി എങ്കിൽ ഉണക്ക ചപ്പാത്തി. ലേറ്റ് ആയാലേ അതും കിട്ടില്ല. എടി, ഇന്ന് ചപ്പാത്തി അല്ലടി, പൂരി അടി പൂരി. നന്ദിയുണ്ട് കർത്താവേ. ഞാനേ ഒരു 10 അല്ലെങ്കിൽ വേണ്ട, ഒരു 2 മെഴുകുതിരി കത്തിച്ചേക്കാം. പൂരിയൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി. അത് സൺഡേ ആയിട്ട് എന്താ പരിപാടി? സൺഡേ ആയിട്ട് എന്ത് ഔട്ടിങ്? നിങ്ങൾ പോയിട്ട് പാടി, ഞാനില്ല. അതെന്ത് പറ്റി? പീരിയഡ്സ് ആയിടി, നല്ല പെയിൻ ഉണ്ട്. ഓ, എന്നാൽ പിന്നെ നമുക്ക് പോകണ്ടല്ലോ അല്ലേ? ഏയ്, എന്തിന്? ഒരാവശ്യമില്ല. ആ സമയം കൊണ്ട് നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം. അതെ, നിനക്കൊരു കാര്യം അറിയാം. എന്താ? ഈ ഒരുപാട് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, പ്രായം തോന്നിക്കില്ലടി. യുവത്വം തുളുമ്പുന്ന ഫേസ് ആയിരിക്കും കണ്ടതിനെ പോലെ. അത് മാത്രമല്ല, ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓ, തീർന്നില്ല. ബുദ്ധി കൂടുതലായിരിക്കും അത്രേ. അതെനിക്ക് തോന്നി. സത്യടി, ആ മറ്റേ ചെങ്ങായി പറഞ്ഞതാ. ഏ ചെങ്ങായി? മറ്റേ കോർപ്പാലല്ല, ആട്ടുംപാലാണ്. നീ മിണ്ടരുതിനി. കൃതി, നിനക്ക് ചോക്ലേറ്റ് അങ്ങനെ വേണോ? പെയിനിപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? പിന്നെ എന്താടി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. പിന്നെ കൃതി, നീ നിന്റെ ചെക്കൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ ഇതുവരെ. അത് ശരിയാ, ഞാനോ ചോദിക്കാതിരിക്കായിരുന്നു. എടുക്കെടുക്ക്, ഫോട്ടോ എടുക്ക്. നിക്ക്, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചെക്കൻ. ഇതോ? എന്താ, നിനക്കറിയോ? ഇത് നിന്റെ ശരിക്കും ഇത് നിന്റെ ചെക്കനാണോ? എടി, ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? കൃതി, നിനക്ക് ആൾ മാറിയൊന്നു? കൃതി, നീ പറയുന്നത് ഇത് നിന്റെ ചെക്കൻ തന്നെയാണെന്നാണോ? അതെടി, എന്താ? അങ്ങനെയാണെങ്കിൽ അവ നിന്നെ ചതിക്കുകയാണ് കൃതി. എന്താ പറഞ്ഞേ? എടി, സത്യമായിട്ടും വൈശു, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിനക്കെങ്ങനെ ഇവളുടെ ചെക്കനെ അറിയുന്നത്? നീ ഒന്ന് തെളിച്ചു പറ. കൃതി, നീ ഇവനെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. നീ പറഞ്ഞിട്ടുള്ള കഥ മാത്രമേ എനിക്കറിയൂ. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ഇവൻ നിന്നെ ചതിച്ചതാ. വൈശു, നോ, നീ എന്തൊക്കെയാ പറയുന്നേ? നല്ല ബോധമുണ്ടോ നിനക്ക്? ഞാൻ നല്ല ബോധത്തോടു കൂടെ തന്നെയാണ് പറയുന്നത്. എനിക്കറിയാം നിനക്ക് സങ്കടമായിരിക്കുമെന്ന്. കാരണം നീ അവനെ സിൻസിയറായിട്ടാണ് നോക്കിയിട്ടുള്ളത്. നീ പറഞ്ഞ നിൻ്റെ സ്റ്റോറിയിൽ നിൻ്റെ ചെക്കൻ അതുപോലെ നല്ലടി ഇവൻ. നീ എന്തൊക്കെയായി പറയുന്നേ? ഒന്ന് തെളിച്ച് പറയാം, അവളെ ടെൻഷൻ ആക്കാതെ. കൃതി, ഇതെൻ്റെ കസിൻ്റെ ലവറാ. അവർ തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ട് 3 years ആവാറായി. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിനക്കാൾ മാറിക്കാണും. ഹേയ്, എനിക്കെന്താ ഇവൻ അറിഞ്ഞൂടെ? അന്ന് അവർ 2 പേരും കൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. സത്യമായിട്ടും കൃതി, ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? നീ അവനെ വിശ്വസിച്ചപ്പോൾ അവനത് മുതലെടുത്ത് അതിവിദഗ്ധമായിട്ട് നിന്നെ ചീറ്റ് ചെയ്തു. ഇല്ല, ഒരിക്കലും അവനങ്ങനെ പറ്റില്ല. ഞാനിത് വിശ്വസിക്കണം. നീ വിശ്വസിച്ചേ പറ്റൂ കൃതി. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, പോട്ടെ, എല്ലാം പോട്ടെ. നീ 2 വർഷമായിട്ട് ഇവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നീ പറയുന്നു, എന്നിട്ട് കിട്ടുന്നില്ല. അതെ, നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നത്. ഇത് പോരെ നിനക്ക്? ഇങ്ങനെയാണ് കൃതി. നമ്മൾ അത്രയും വിശ്വസിക്കുന്നവർ, സ്നേഹിക്കുന്നവർ നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് അത്ര പെട്ടെന്ന് വിശ്വസിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് സത്യമാണ്. ദൈവം ഇപ്പോഴെങ്കിലും ഇത് നിന്നെ അറിയിച്ചതാണ് എന്നിലൂടെ.
അങ്ങനെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വൈശു. അതൊരിക്കലും അങ്ങനെ. നീ കരയാതിരിക്കേ. നിനക്കിത് സത്യമാണോ അല്ലേന്ന് അറിഞ്ഞാൽ പോരെ? ഞാൻ നിനക്ക് അവരുടെ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുമല്ലോ. എനിക്ക് എന്താ ഒരു കുറവ് വൈശു? ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അവനെങ്ങനെ ചീറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അവനെന്ത് ഇഷ്ടമാണെന്ന് അറിയാം. എന്തിനാ ഈശ്വര എന്നോടിങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവനെന്നോടിങ്ങനെ? അതെങ്കിലും അവനൊന്നും പറയായിരുന്നില്ല. കൃതി, നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? ആഷിഖ്, ഞാൻ പറയാടാ. ആഹാ, നിങ്ങളും ഉണ്ടോ? അല്ല, എന്താ എല്ലാരും കൂടെ? അത് ഇവളുടെ ചെക്കൻ. അയ്യോ, അവനെന്ത് പറ്റി? ഏയ്, ഒന്നും പറ്റിയില്ല. ആഷിഖ്, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ കൃതി, പറ. വാട്ട്? അവന് ഇങ്ങനെ ഒരാളായിരുന്നു? എനിക്കറിയില്ല ആഷിഖ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൾ വിശ്വസിക്കുന്നില്ലടാ. എൻ്റെ കസിൻ്റെ കാര്യമല്ലേ, ഞാനതിന് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ കസിനെ കൊണ്ടുവരാം, നീ നേരിട്ട് തന്നെ സംസാരിച്ച് നോക്കുന്നു. അപ്പോൾ അവള് ഇഷ്യൂ പ്ലീസ് ഒന്ന് നിർത്ത്. ഐഷു, നീ പറയുന്നത് അപ്പാടെ ഞാൻ തള്ളിക്കളയാണെന്നല്ല, ഇതെനിക്കൊന്ന് ഉറപ്പിക്കണം. അതിനാ ഞാൻ ആഷിഖിൻ്റെ ഹെൽപ്പ് ചോദിച്ചത്. കൃതി, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ അന്വേഷിച്ചിട്ട് നിന്നോട് പറയാം. പെട്ടെന്ന് വേണം ആഷിഖ്. എടോ കൃതി, താനിങ്ങനെ ഡൗൺ ആവാതെ. എല്ലാം ശരിയാവുന്നേ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ബൈ ചാൻസ് അങ്ങനെ ആണെങ്കിൽ അത് നമുക്ക് നേരിടാവുന്നതേ ഉള്ളൂ. അവനങ്ങനെ നിന്റെ അടുത്ത് ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനോട് പോയി പണി നോക്കാൻ പറ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലടോ. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കും പകരമാവില്ലല്ലോ ആഷിഖ്. കൃതി, വൈശു, നിങ്ങളെപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ നോക്കിക്കോളാം. ആരൊക്കെ സമാധാനിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ആശ്വാസവാക്കുകൾ എത്ര തന്നെ കേട്ടാലും നമ്മുടെ സങ്കടവും കണ്ണുനീരും ഒരിച്ചിരി പോലും കുറയാതെ അങ്ങനെ തന്നെ അവശേഷിക്കും. എല്ലാവരും തൻ്റെ പ്രണയത്തെക്കുറിച്ച് മോശമായി പറയുമ്പോഴും തെളിവുകൾ നിരത്തുമ്പോഴും അതൊന്നും തന്നെ വിശ്വസിക്കാൻ കൃതിക്ക് കഴിയുന്നില്ലായിരുന്നു. എന്നാലോ അവഗണിക്കാനും കഴിയുന്നില്ല. എല്ലാം ഓർത്തുകൊണ്ട് ഉറക്കമില്ല, ഭക്ഷണമില്ലാതെ 2 ദിവസം എങ്ങനെയൊക്കെയോ കൃതി തള്ളി നീക്കി. ആഷിഖ്, എന്തായി? അത് കൃതി, എന്താണേലും പറഞ്ഞു ആഷിഖ്. അവനെ മറന്നേക്ക് കൃതി. വൈശു പറഞ്ഞതെല്ലാം ശരിയാ. വൈശുവിൻ്റെ കസിൻ അല്ലാതെയും അവന് വേറെ ഒരുപാട് റിലേഷൻ ഉണ്ട്. അത് വെറും റിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അവൻ നല്ല ഒന്നാം തരം ഫ്രോഡാ. ഈശ്വരനായിട്ട് നിന്നെ അവനിൽ നിന്നും രക്ഷിച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കൃതി, അവന് വേണ്ടി നീ എനിക്ക് അറിയരുത്. അതിനു പോലുള്ള യോഗ്യത അവനില്ല. അവനെക്കുറിച്ച് ഓർക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മറക്കാൻ ശ്രമിക്കേ. ഈ ഒരു രാത്രി എനിക്ക് വേണം. ഞാനും അവനും തമ്മിൽ ഒന്നുമില്ലെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാം. ചതിക്കായിരുന്നു മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഒറ്റയ്ക്ക് വിട്. കൃതി, പേടിക്കണ്ട. ഞാൻ അവിവേകമൊന്നും കാണിക്കില്ല. ഇനി ഞാൻ അവനെ ഓർക്കാതിരിക്കണമെങ്കിൽ എനിക്കിന്ന് അവനെ ഓർക്കണം. എനിക്കെൻ്റെ മനസ്സിനോട് പറയണം, അവനെ ഓർക്കരുതെന്ന്. അവനെൻ്റെ ആരുമില്ലെന്ന്. അതിനെനിക്കൊരു രാത്രി ആവശ്യമാണ്. എൻ്റെ പ്രണയവും അവൻ്റെ ഓർമ്മകളും എല്ലാം ഈ രാത്രിയോട് കൂടെ മറക്കും. എനിക്ക് മറന്നേ പറ്റൂ. എന്തിനായിരുന്നു കിരൺ എന്നോടിങ്ങനെ? നിനക്ക് പറ്റാത്ത എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്? അതെങ്കിലും പറയായിരുന്നു നിനക്ക്. ഇതെല്ലാം വിശ്വസിച്ചേ പറ്റൂ. കാരണം യാഥാർത്ഥ്യം ഇത് മാത്രമാണ്. എൻ്റെ പ്രണയമാകുന്ന കിരണും ശരിക്കുള്ള കിരണും തമ്മിൽ
ആകാശവും ഭൂമിയും പോലെ അന്തരമുണ്ട്. കൃതി, തന്നെ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ടേ. ആ, ഞാൻ ചെന്ന് നോക്കാം. കൃതി, വേണ്ട, ഒന്ന് ജീവിക്കാൻ അനുവദിക്കും. ഞാൻ മറന്നു തരാം. കൃതി, നീ ഇതെന്തൊക്കെ? ഹലോ, ഞാൻ കൃതിയുടെ ഫ്രണ്ടാ. ഇനി അവൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. എനിക്ക് അവളൊന്ന് കാണണം. നീ കാണണമെന്ന് പറഞ്ഞാലോ അവൾ നിന്നെ കാണാൻ കൂട്ടാക്കില്ല. ഇപ്പൊ തന്നെ ആരോ കാണാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നതാ. എന്തായാലും ഇനി അവൾ നിന്നെ കാണാനോ നിന്നോട് സംസാരിക്കാനോ നിൽക്കില്ല. അതുകൊണ്ട് നീ നിന്റെ സമയം കളയണ്ട, പോവാൻ നോക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. അതെ, എന്താ ഇവിടെ ഒരു ബഹളം? അത് സർ, കുറെ സമയം കൊണ്ട് ഇയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുക. ഇതാരാണെന്നോ ആരെ തേടി വന്നതാണെന്നോ ഞങ്ങൾക്കറിയില്ല. എടാ ഗോവിന്ദ് സർ, പോലീസിനെ വിളിക്കേ. കുറെ സമയം കൊണ്ട് ഇയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുക. ഇതാരാണെന്നോ ആരെ തേടി വന്നതാണെന്നോ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ടാ പോയിരുന്നേ? ദേ, അവൾ വന്നപ്പോൾ തൊട്ടിരുന്ന് മൂങ്ങുക. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. കൃതി, സാറില്ലടാ, പോട്ടെ. ഞാൻ എന്താ കാര്യം എന്താണെന്ന് പറ. ആ കിരൺ ഇവളെ അന്വേഷിച്ച് വന്നായിരുന്നു. കിരണോ? ഇവിടെ വന്നോ? അവരൊക്കെ ആരെ ഇങ്ങോട്ട് കടത്തി വിടുന്നേ? ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചതാ. അതവനായിരുന്നു. ഷേ, അവളൊന്ന് മൂവ് ഓണായി വരായിരുന്നു. അതിനിടയിൽ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട്. കൃതി, തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്താടാ? അല്ല, ആ കിരൺ താഴെയുണ്ട്. ആരൊക്കെ ചേർന്ന് ഊന്തി തള്ളി പുറത്താക്കുന്ന കണ്ട്. ആഹാ, അങ്ങനെ തന്നെ വേണം. അവൻ ഊന്തി തള്ളിയാൽ പോരാ, അടിച്ച് വേണം പുറത്താക്കാൻ. കൃതി, അവൻ നിന്നെ തേടി വന്നതാണോ? ഇവളെ തേടി വന്നത് തന്നെയാ. പക്ഷെ ഇവള് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അത് നന്നായി. ആ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് കൊടുക്കാൻ പോവാ. ആണോ? എന്നാൽ ഞങ്ങളും വരാം. വേണ്ട, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം. ഇതാ റൂമിലേക്ക്. ഞാൻ റൂമിലേക്കല്ല, പിന്നെ എനിക്ക് വേറെ എവിടെയെങ്കിലും ഇരിക്കണം. കുറച്ച് പീസ്ഫുള്ളായ സ്ഥലം. ഈവനിങ് ആകുമ്പോൾ നീ വിളിക്കേ. എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പിക്ക് ചെയ്യാം. അത് വേണ്ട, ഞാൻ വന്നോളാം. ശരി. കൃതി അവിടെ നിന്ന് നേരെ ചെന്നത് അവർ പണ്ട് സംസാരിച്ചിരിക്കാറുണ്ടായിരുന്ന ബീച്ചിലേക്കാണ്. അതിവേഗത്തിൽ അലയടിക്കുന്ന കടലിലേക്ക് നോക്കിക്കൊണ്ട് കൃതി കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു കുളിർ തെന്നൽ അവളെ തഴുകിക്കൊണ്ടുപോയി. താനന്ന് ആദ്യമായി കിരണിൻ്റെ അടുത്ത് തൻ്റെ പ്രണയം തുറന്ന് പറയുമ്പോൾ ഇതുപോലൊരു തെന്നലാണ് തന്നെ തഴുകിപ്പോയതെന്ന് അവൾ ഓർക്കാതിരുന്നില്ല. കൃതിയുടെ ചിന്ത 5 വർഷങ്ങൾ പിറകോട്ട് സഞ്ചരിച്ചു. ഹലോ അമ്മ. ഇവിടെ പ്രശ്നമൊന്നുമില്ല അമ്മ. മാമനിപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇല്ലമ്മ, കഴിച്ചിട്ടില്ല. എനിക്കൊന്ന് ഫ്രഷായിട്ട് ഒന്ന് കയറി കിടന്ന് ഉറങ്ങണം. ആ, ഞാൻ കഴിച്ചോളാം അമ്മ. എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല. അമ്മ കഴിച്ചോ? റൂമ് കുഴപ്പമൊന്നുമില്ല അമ്മ, എനിക്കിഷ്ടമായി. ആ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വാടൻ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ആരെങ്കിലുമൊക്കെ വരുമെന്നാ. എനിക്ക് പേടിയൊന്നുമില്ല അമ്മ. ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ.
തൊട്ടടുത്ത് തന്നെ എത്ര റൂമുണ്ടെന്നറിയോ? ശരി എന്നാ ഞാൻ വിളിക്കാം. എന്താ? എന്നെ വാടൻ പറഞ്ഞയച്ചതാ, ഫുഡിൻ്റെ ടൈമായി. ആ, താനിവിടെ ഒറ്റക്കാണോ? അതെ, ഞാൻ ദേ തൊട്ടപ്പുറത്തെ റൂമിലാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ മാഗ്ന, കൃതി. നൈസ് ടു മീറ്റ് യു. താൻ പെട്ടെന്ന് പോയിട്ട് കഴിക്കാൻ നോക്കേ. ഇനിയും ലേറ്റായാൽ ചിലപ്പോൾ ഫുഡ് കിട്ടില്ല. ആ, ഞാൻ ചെന്നോളാം. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ പൊന്നിലാവേ, പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു പിച്ചക തുറന്നല്ലോ. ഒന്ന് കാറാതിരുന്നോടെ എൻ്റെ പൊന്നർജുനെ. ആ കേളപ്പെട്ടൻ്റെ കട വരെ കേൾക്കാം നിന്റെ ഈ കാറല്. എടാ അത് പാട്ടായിരുന്നു. ആണാ? പറഞ്ഞു നന്നായി. എന്താണ് ഒരു പാട്ടും കൂത്തും ഒക്കെ? എടാ നാളെ കോളേജ് ഓപ്പൺ ആവുമല്ലേ, അതിന് നാളെ ജൂനിയേഴ്സ് കുട്ടികളൊക്കെ വരും. അവർ വന്നിട്ട് നിനക്കെന്താ കാര്യം? ഞാൻ ഇപ്രാവശ്യം ഒരു നല്ല ഒരെണ്ണത്തിനെ സെറ്റാക്കാൻ പോവാ. എല്ലാ തവണയും ഇത് തന്നെ അല്ലടാ മോനെ നീ പറയണത്. ഒരു ചേഞ്ച് എല്ലാ തവണത്തെയും പോലെ അല്ല എൻ്റെ പൊന്നബിക്കുട്ട. ഇത്തവണ ഞാൻ ഏതെങ്കിലും ഒരെണ്ണത്തിനെ വളച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പേര് നീ നിന്റെ പട്ടി കിട്ടും. അതിനും എനിക്ക് പട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ ഇവനിട്ടോ. ഡാ, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ പട്ടി, തറവാട്ടത്തെ പട്ടിയില്ലേ രമണി പട്ടി, അതിൻ്റെ പേര് മാറ്റണ കാര്യം പറഞ്ഞതാ. വെറുതെ ചോദിച്ച് വാങ്ങിയാനെ നീ ഇപ്പോൾ. എടാ അത് പിന്നെ നമുക്ക് രണ്ടുപേർക്കും പട്ടിയില്ലാത്ത സ്ഥിതിക്ക് അവൻ്റെ പട്ടിക്ക് എൻ്റെ പേരിടാന്ന് വിചാരിച്ചിട്ട് അതിന് പട്ടി സമ്മതിക്കണ്ടേ നിന്റെ പേരിടാൻ? വിട്ടേക്കടാ. ആടാ ചിരിക്കി, നീയൊക്കെ ചിരിക്കി. ഇതിന് പകരമായിട്ട് നാളെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം വന്ന് മുട്ടിയില്ലെങ്കിൽ മുട്ടണ്ട. നിനക്ക് ചായ വേണം? ആ വേണം. ആടാ ഉണ്ടാക്കി തരാം നിനക്കൊക്കെ ഞാൻ. എൻ്റെ കുഞ്ഞി കൃഷ്ണ, ഞാൻ എത്ര സമയമായി ഇവിടെ വന്ന് നിന്നിട്ട് ഒരു ബസ് പോലും കാണുന്നില്ല. എക്സ്ക്യൂസ് മീ, ഈ ബസ് പോയായിരുന്നോ? അത് പിന്നെ ഞാൻ വന്നിട്ട് ഒരു അരമണിക്കൂർ ആവാറായി, ഇതുവരെ ഒരു ബസ് പോലും പോയിട്ടില്ല. ഓ ഷിറ്റ്. എന്നാൽ പിന്നെ പറയണ്ട, ഇനി വരുന്ന ബസ്സിൽ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല. ഇതിനു മുന്നേ 4 ബസ് പോകേണ്ട ടൈം കഴിഞ്ഞു. ഈ 4 ബസ്സിലെ ആളുകളും ഇനി വരാൻ പോകുന്ന ബസ്സിലെ ആളുകളും എനിക്ക് വയ്യ. എല്ലാം കൂടെ കുത്തി നിറച്ച് കൊണ്ടുപോകായിരിക്കും അവർ. നീ സ്റ്റുഡൻ്റ് ആണോ അതോ വർക്ക് ചെയ്യാണോ? ഞാൻ സ്റ്റുഡൻ്റാ, ഇവിടെ MG യൂണിവേഴ്സിറ്റിയിലാണ്. ആണോ? ഞാനും അവിടെ തന്നെയാണ്. ആഹാ, ഏതാ ബാച്ച്? ഇപ്പോൾ ഫസ്റ്റ് ഇയർ. ആഹാ, അപ്പോൾ പുതിയതാണല്ലേ? ഞാനും പുതിയതാ. പക്ഷേ എനിക്കിവിടെയൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. ഞങ്ങളിവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓ, തൻ്റെ വീട് എവിടെയാ? ഞാൻ പാലക്കാടാ. ഓ, അപ്പോൾ തൻ്റെ സ്റ്റേ ഒക്കെ? ഞാനിവിടെ CH നഗറിൽ ലേഡീസ് ഹോസ്റ്റലിലാണ്. ഓ, നിൻ്റെ ഹോസ്റ്റലിൽ എങ്ങനെയാണ് ഫുഡൊക്കെ? കൊള്ളാവോ? കുഴപ്പമില്ല. പലരും മോശം അഭിപ്രായം പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ നിൻ്റെ പേരെന്താ? കൃതി. ഞാൻ മോഹിനി, മായാ മോഹിനി. വാവ്, നൈസ്. എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അടുത്ത ബസ്സിൽ നമുക്കൊന്ന് കാല് കുത്താൻ പോലും സ്ഥലം കാണില്ല. നമുക്കൊരു ടാക്സി വിളിച്ചങ്ങ് പോയാലോ? ഓ മൈ ഗോഡ്, ഇത്രയും വലിയ കോളേജായിരുന്നോ? അപ്പോൾ താനിതിന് മുന്നേ കോളേജ് കണ്ടിട്ടില്ലേ? ഇല്ല. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ അത് ഞാൻ വന്നിട്ടില്ലായിരുന്നു, എൻ്റെ മാമനെല്ലാം ശരിയാക്കിയത്. ഓ അങ്ങനെ. കൃതി, താൻ വാ, എന്തായാലും നമുക്ക് ക്ലാസ്സൊക്കെ തപ്പി പിടിക്കണമല്ലോ. അയ്യോ, ഒരെണ്ണം ചോദിക്കാൻ വിട്ടുപോയി. താൻ ഏതാ കോഴ്സ് എടുത്തേക്കുന്നേ? ഞാൻ ബിടെക്കാ. ഓ മൈ ഗോഡ്, ഞാനും. ആഹാ, എൻ്റെ പൊന്നു കൃതി, തനിക്കൊരു കാര്യം അറിയോ? എന്താ? ഇവിടെ ബിടെക്കിന് പിള്ളേർ കുറവാണെന്നേ. സോ നമ്മൾ ഒരേ ക്ലാസ്സിലാകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അബിക്കുട്ട, നിന്റെ കയ്യിൽ 2 പാൻ എടുക്കാനുണ്ടാവോ? ഉണ്ടാവോ? എടാ നീയൊക്കെ എന്തിന് വരണാടാ കോളേജിൽ? നിന്റെ കയ്യിൽ ഉണ്ടോ? ഇല്ലേ? ഇല്ല. എനിക്ക് പിന്നെ അത് പറ. കിരണേ, അപ്പം നിന്റെ കയ്യിലോ? ഇല്ലല്ലേ? വേണ്ട, എനിക്ക് വേണ്ട. അമൃതേ,
ഉം. നിന്റെ കയ്യില് ഈ അർജുന് തരാൻ വേണ്ടി 2 പേന. ഇല്ല. ഞാൻ ചോദിച്ച് തീർന്നില്ലല്ലോ. നീ ഇനി തീർക്കാൻ നിൽക്കണ്ട. എടാ, ഒരു പേന പോലും എടുക്കാതെ നീയൊക്കെ. നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചപ്പോ നീ തന്നില്ലല്ലോ. ഇനി കൂടുതൽ സംസാരിക്കരുത്. ഹായ് സോണിയ. സോണിയ വന്നോട്ടേ. ഡാ ആ സോഹന്റെ പെങ്ങളാണത്. അതൊക്കെ എനിക്കറിയാം. അവനൊരു ചെറ്റയാണെങ്കിലും അവൻ്റെ പെങ്ങളെ തൊട്ട് കളിച്ചാലേ അവൻ്റെ സ്വഭാവം അങ്ങ് മാറും. അവൻ നിന്നെ വലിച്ചൊട്ടിക്കുന്നുണ്ടി. അത് സാരമില്ല. വലിച്ചൊട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നീട്ടി അങ്ങ് വിളിച്ചേക്കാം. അപ്പോൾ ഓടി അവിടെ എത്തിയേക്കണേ. ഈ പന്നി വഴി കിടക്കണ വള്ളി എടുത്ത് തല വെക്കും. ഇനി എന്തൊക്കെയാണോ ഇതിൻ്റെ പേരിലുണ്ടാവാൻ പോകുന്നത്. ഹേയ് സോൻ. സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. എന്താടാ? ഏയ് പാട്ട് പാടിയതാ. ഓ ഇപ്പൊ ചത്തേനെ. വെട്ടുപോത്തിന് മുന്നിലാ വന്ന് പെട്ടത്. ഈ ചെറുക്കനെ ഇരുമ്പോണ്ടുണ്ടാക്കിയാണോ? ആരും കണ്ടില്ലല്ലോ അല്ലേ? മോളെ ശ്രുതി. പിന്നെ നറി. ഇനി പരിസരത്തൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് ക്ലാസ്സിൽ പോവാം. ഓ ചേട്ടൻ തണ്ടി അവിടെ പോയി കിടക്ക. വിളിച്ചിട്ടാണ് കിട്ടണമില്ല. അയ്യോ എൻ്റെ നാടു പോയി പൊട്ടക്കണ സൂക്ഷിച്ച് സംസാരിച്ചോ. വെറുതെ നടന്ന എന്റെ നെഞ്ചത്ത് വന്ന് കേറിയിട്ട് അവൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കോ? കുരുട്ടടക്കെ ഒന്ന് എൻ്റെ പോടി. എൻ്റെ നാടു അവള് മെത്തേക്ക് എടുക്കുന്ന ലാഘവത്തോടെ എൻ്റെ നെഞ്ചത്ത് കയറി കിടക്കുക. എൻ്റെ പൊടി. ഓ എനിക്കാണെങ്കിൽ മര്യാദക്ക് പറഞ്ഞൂടെ? ആടി ഞാൻ മര്യാദക്ക് പറയാടി നിന്നോട്. സോറി. കൊണ്ടുപോയി ഉപ്പിട്ട് വെക്ക്. എന്നിട്ട് 5-6 മാസം കഴിഞ്ഞിട്ട് കഞ്ഞിയുടെ കൂടെ കഴിക്കും. നീ വല്ലാണ്ട് കിടന്ന് ഓവറാവരുതേ. വെറുതെ എന്റെ നെഞ്ചത്ത് വന്ന് കയറിയിട്ട് എന്നെ പഠിപ്പിക്കുന്ന പാവല്ലേ. ചുമ്മാ ഒരു സോറിയും പറഞ്ഞ് പോവാന്ന് വിചാരിച്ചപ്പോ അവന് കുരു. നിർത്തടി കൂരിട്ടടക്കെ. നീ അടക്കേടെ അത്ര ഉള്ളെങ്കിലും നിന്റെ നാക്കിന് ജിറാഫിന്റെ കഴുത്തിന്റെ നീളാണല്ലോടി. ഡാടാ മര്യാദക്ക് സംസാരിച്ചോ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. എനിക്ക് നിന്നെ തീരെ പിടിക്കുന്നില്ല. ഓ എനിക്ക് പിന്നെ നിന്നെ പിടിച്ചിട്ടാ. ഈശ്വര ബെല്ല്, ക്ലാസ്, സെമിനാർ, പ്രൊജക്ട്, സാറ്. അയ്യോ പേന. അതെ 2 പേന ഉണ്ടാ? നിനക്ക് പേനല്ല പൂ. ഹേയ് വേണ്ട. അത് വേണ്ട. വേണ്ട. എന്നാ ഞാൻ പോട്ടെ. സാർ മേ കം ഇൻ സാർ? എവിടെയായിരുന്നടാ? ഞാൻ ലൈബ്രറി പോയതാ. അത് ഞാൻ വിശ്വസിച്ച്. സത്യമായിട്ടും ഞാൻ ലൈബ്രറി പോയതാ. ബുക്ക് എടുക്കാനോ വെക്കാനോ? എടുക്കാൻ. എന്നിട്ട് ബുക്ക് എവിടെ? അല്ല വെക്കാൻ. സത്യമായിട്ടും സാറേ ഞാൻ വെക്കാനെന്നാ ഉദ്ദേശിച്ചത്. എൻ്റെ നാക്ക് ഒളുക്കി പോയിട്ട് അങ്ങനെ കായി. കടന്ന് കോപ്രായം കാട്ടാതെ കയറിയിരിക്കടാ. താങ്ക് യു സാർ. മാം താനെന്താടോ ലേറ്റ് ആയത്? അത് മാം ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇന്ന് മോർണിംഗാണ് ഹോസ്റ്റലിൽ ജോയിൻ ആയത്. അപ്പോൾ സാധനങ്ങളൊക്കെ വെക്കാൻ പോയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. സോറി മാം. തന്നെ ഇരിക്കുക. ഹായ് ഞാൻ മായാമോഹിനി. മായാമോഹിനിയോ? അതെ വെറൈറ്റി അല്ലേ? അപ്പോൾ ഇയാളോ? ഞാൻ കൃതി. ഞാൻ അഞ്ചിന്ന് വിളിച്ചാൽ മതി. ഓക്കെ ഗൈസ് നമുക്ക് ഒരുമിച്ച് പോവാല്ലേ? അതെ നിങ്ങൾ വിട്ടോ. എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കാണാനുണ്ട്. ഏട്ടനോ? എൻ്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്. ഓ സാരമില്ല, നമുക്ക് നാളെ തൊട്ട് ഒരുമിച്ച് പോവാം. ഇന്ന് എനിക്ക് അവനെ കാണേണ്ട അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. ആണോ? എങ്കിൽ വാ കൃതി, നമുക്ക് പോവാം. ഡാ ചേട്ടാ. ദേവിയെ ഈ പെണ്ണ് ഇവിടെ വന്നാ? ഡി എന്നെ ചെറ്റേന്ന് വിളിച്ചോണ്ടല്ലോ. ഇയാൾക്കെന്താ വയ്യേ? അഞ്ചി നീ എന്തിവിടെ പോയില്ലേ? ഇത് ചേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൂടെ ചെറ്റേന്ന് വിളിപ്പിക്കരുതേ. ഞാൻ രാവിലെ തൊട്ട് ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആക്കി വെക്കാനാണെങ്കിൽ തനിക്കൊക്കെ എന്തിനാണ് ഫോണ്? ഫോണ് ഞാൻ എടുത്തില്ലടി, റൂമിലാ. നന്നായി. അല്ല നീ എന്തിനാ എന്നെ അന്വേഷിച്ചേ? അത് അച്ഛൻ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് തന്നു വിട്ടിട്ടുണ്ട്. നിനക്ക് വേണോ? വാട്ട് എ ക്വസ്റ്റ്യൻ. ക്യാഷ് കാര്യം വേണ്ടെന്ന് അറിയൂ.
അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് വിളിച്ചിരുന്നത്. എൻ്റെ പൊന്നഞ്ചി, ബ്രെയിൻലെസ് ആയിട്ട് പെരുമാറരുതെന്ന് നിന്നോട് ഞാൻ 1,000 തവണ പറഞ്ഞിട്ടുണ്ട്. ഹലോ മിസ്റ്റർ, മാനസിക രോഗം ഉണ്ടെങ്കിലേ ചികിത്സിച്ച് എന്നെ മാറ്റണം. അഞ്ചി, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അത് തിരിച്ചു പറ. എടി, നിനക്ക് ആ പൈസ അങ്ങ് GPay ചെയ്താൽ പോരായിരുന്നു? വെറുതെ എന്നെ തേടി തപ്പി വരാൻ നിൽക്കണോ? എടാ മണുഗുണാജ, എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടാണ് തന്നേക്കുന്നേ. ഓ, എനിക്ക് പിന്നെ നേരത്തെ പറയണ്ടേ? നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഇതാണോടാ നിന്റെ പെങ്ങള്? ആ അതെടാ, പരിചയപ്പെടുത്താൻ മറന്ന്. ഇതാണ് എൻ്റെ ഒരേ ഒരു പെങ്ങള്, അഞ്ചിത. അഞ്ചിന്നാ വിളിക്കുന്നത്. ഹായ് ചേട്ടാ. ചേട്ടനല്ലേ കിരൺ? അതെ. എന്നോട് ഇവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാടി അർജുൻ. ഓ, ഇതാണ് അർജുൻ. നല്ല പേരൊക്കെ ചീത്ത പേരൊക്കെ ഇങ്ങനെ ഓരോരുത്തന്മാരും മതിയല്ലോ. എന്ത്? ഹേയ്, ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിൽ പോട്ടെ ചേട്ടന്മാരെ, പിന്നെ കാണാം. എടി നിക്ക്, ഞാൻ കൊണ്ടാക്കാം. കൃതി, ഇന്നിവിടെ ഒരു റൂം എക്സ്ചേഞ്ച് ഒക്കെ നടന്നു. നിന്റെ സാധനങ്ങളൊക്കെ ആ റൂമിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടെ സീനിയേഴ്സ് പിള്ളേർ വന്നിട്ട് അവർക്ക് ആ റൂം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ വാർഡൻ എൻ്റെ തിങ്സൊക്കെ എടുത്ത് ആ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആണോ? ഇനി മുതൽ അതാണ് എൻ്റെ റൂം. ശരി. ഏകദേശം ആ റൂമിനെ പോലെ തന്നെ ഉണ്ടല്ലോ ഇതും. ഇവിടെ വേറെ ഏതാ ബാഗ്? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും ഇനി. എന്തായാലും കൊള്ളാം. അമ്മ ഡോറ് നോക്കിയുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഹേയ് യു, നീ എന്താ ഇവിടെ? എടി, ഞാനിവിടെ ആടി. ഓ മൈ ഗോഡ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ ഇവിടെ വരുമെന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല നീ ഇവിടെ ഉണ്ടാവുമെന്ന്. അല്ല, അപ്പം ഈ ബാഗൊക്കെ നിൻ്റെ ആണോ? അതെ, ഞാൻ കോളേജിൽ വരുന്ന മുന്നേ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അത് ശരി. അല്ല, നീ അപ്പം ഇത്രയും ലേറ്റ് ആയതല്ലേ? ഓ, ഒന്നും പറയണ്ട മോളെ, എൻ്റെ ആ ചേട്ടൻ തന്നെ തപ്പി തപ്പി ഞാനൊരു വിധമായി. ഓ, ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. എടാ കിരൺ, നീ ഇതങ്ങോട്ടാ? കാവ്യ മിസ്സിനെ കാണണം. എങ്കിൽ ഞാനും ഉണ്ട്. അപ്പം ഞാനും. ലിസൺ, വി ആർ ഗോയിങ് ടു ദി ലാബ് ടുഡേ. എനിവേ, നമ്മൾ തിയറി മാത്രമേ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് അത് പോരാ. സോ ലെറ്റ്സ് ട്രൈ സം പ്രാക്ടിക്കൽ. അപ്പോൾ നമുക്ക് ലാബിലേക്ക് പോകാമല്ലേ? പിള്ളേരെ നിങ്ങൾ അവിടെ ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ ടൈം കിട്ടില്ല. നമുക്ക് ആകെ ഒരൊറ്റ പീരീഡാണ് നമ്മുടെ ലാബ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒറ്റ പീരീഡ് കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അവിടെ ചെന്ന് അതിൻ്റെ തിങ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുമ്പോഴത്തേക്കും പകുതി സമയം അങ്ങനെ പോകും. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിഞ്ഞളിച്ചിരിക്കേണ്ട. ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണത്? തമ്പുരാനറിയാം. വെറുതെ ഓരോന്ന് തിരിപ്പിടിക്കാൻ നിൽക്കേണ്ടത്. അങ്ങനെ പൊട്ടിപ്പോയാലേ നമ്മളതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. ഈ സാധനമൊക്കെ ഇല്ലേ നമ്മൾ 10ാം ക്ലാസ്സിൽ ചെയ്തിട്ടില്ലേ? ഇന്നലെ കഴിഞ്ഞ കാര്യം പോലും ഓർക്കണില്ല. അപ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. മിസ്സേ, എന്താ കിരൺ? എടാ നിന്നോടാടാ മിസ് ചോദിക്കുന്ന എന്തിനാ വന്നെന്ന് പറ. ഇവന്റെ കാറ്റ് പോയാടാ? നിങ്ങൾ എന്തിനാ വന്ന പിള്ളേരെ? എടാ എന്തിനാ വന്നെന്ന് പറഞ്ഞു കൊടുക്കടാ. അതും എനിക്ക് ഓർമ്മയില്ല മിസ് എന്തിനാ വന്നതെന്ന്. അത് കൊള്ളാലോ. അപ്പൊ നിങ്ങൾ എന്തിനാ വന്നേ? അത് ഇവൻ വന്നപ്പോ ഇവന്റെ കൂടെ. നീയോ? ഞാനും. ക്ലാസ് കട്ട് ചെയ്ത് നടക്കാൻ വേണ്ടിട്ട് ഓരോ കാരണങ്ങളെ. ഏയ് അങ്ങനെയൊന്നുമല്ല മിസ്സേ. നിനക്കെന്താ കിരൺ, കോങ്കണ്ണുണ്ടോ? ഏയ് ഇല്ല. പിന്നെ നീ എന്താ അങ്ങോട്ട് നോക്കുന്നേ? അതവൻ ലാബ് കാണാൻ കൊതിയായിട്ട്. അല്ല മക്കളെ, നിങ്ങൾക്കൊക്കെ എത്ര സപ്ലി ഉണ്ടെന്നാ പറഞ്ഞേ? ഇവന് 4 എണ്ണം, എനിക്ക് 5 എണ്ണം, ഇവന് 3 എണ്ണം. കണക്കൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? കറക്റ്റാ അല്ലേടാ? മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് അവർ ക്ലാസ് ഇല്ലേ? ക്ലാസ് ഒക്കെ ഉണ്ട്. ക്ലാസ്സിന്റെ മുറക്ക് കിടക്കുന്നുണ്ട്. നശിപ്പിച്ച്. വിട്ടോ, 3 സ്റ്റാഫ് റൂമിൽ ചെന്നിരിക്കും. ഈ അവർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. മിസ്സേ, മിസ്സിന് കാണുമ്പോ 5 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് അല്ലേടാ? 5 ബാക്കി ആർക്കാ
ഒരു 15 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ഡാ ആ ലൈബ്രറി ചെന്നിട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് വായിക്കും. ഇത് ഫൈനൽ ഇയർ ആണ്, വല്ല ബോധമുണ്ട് നിനക്കൊക്കെ? അല്ലെങ്കിൽ തന്നെ കൊട്ടയെ കോരാൻ വേണ്ടി സപ്ലി ഉണ്ട്, ഇനി ഇതും കൂടെ തുളച്ചേക്ക്. ഇല്ല മിസ്സേ, ഇത്തവണ ഞങ്ങൾ ഉഴപ്പില്ല, സത്യം. ചെല്ലാൻ നോക്ക്. ഡാ നീ വരുന്നില്ലേ? എന്താണ് കിരൺ, കുറെ സമയമല്ലോ അങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അവിടെ ആരാ? ഹേയ് ഒന്നുമില്ല മിസ്സേ. എങ്കിൽ പോ.